ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇപ്പം നേരം വെളുത്തിരിക്കുകയാണ്. രാവിലെ ആണല്ലോ നമ്മൾ ദോശ ചൂടുക. അപ്പോൾ ഇവിടെ ദോശ ചൂടുക. ഞാനിവിടെ ഇങ്ങനെ ചുടുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ നമ്മുടെ ദോശ ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ ചീസ് ക്രിസ്പി ദോശ. അയ്യോ, അപ്പോൾ ഉമ്മ ഇവിടെ നമ്മുടെ ഉച്ച ആയിട്ടോ. ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ അപ്പോൾ ഇവിടെ എന്താക്കുന്നത് എന്തുള്ളത് ഇഞ്ചി വെള്ളം, എന്താണ് ഇഞ്ചി, മഞ്ഞൾ, കരിഞ്ജീരകം, അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു എന്താ പറയുക, അതൊക്കെ തന്നെ ഉള്ളൊരു വെള്ളമാണ്. സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് ചെറുതായിട്ടൊരു മണമൊന്നും കിട്ടുന്നില്ല. അപ്പം എന്താണെന്നറിയില്ല. വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പം ഇതുവരെ ശരിയായിട്ടില്ല. അപ്പം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഉമ്മ ഇവിടെ ഉച്ചക്കത്തെ പണികളിലാണ്. ഇത് ചേന ഉപ്പേരി, പിന്നെ അപ്പുറത്ത് വേറെന്തോ ഒരു കറിയൊക്കെ ഉണ്ട്. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വ്ളോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. ആക്ച്വലി രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ച് പിന്നെ അമ്മൂസിന് ക്ലാസ്സിൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിനിടയിൽ ഐതിക്കിന്ന് ചെറുതായിട്ടൊരു എന്താ പറയാ, ചെറിയൊരു വയ്യാട്ടോ, ചെറിയൊരു ലൂസ് മോഷൻ ഉണ്ട്. അപ്പൊ പിന്നെ അവന്റെ പിന്നാലെ അതൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ വ്ളോഗ് എടുക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മഷുക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഷുക്ക ഇന്ന് പിസ ടെസ്റ്റ് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ടെസ്റ്റ് എടുത്തിട്ട് ഇന്നലെ എടുത്തതാണ്, പക്ഷെ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈവനിങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് വരുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചല്ലേ വെച്ചിട്ട് ഇപ്പം ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെന്താ, അപ്പോൾ ഇപ്പം ഐതി ഉറങ്ങുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2-3 എൻ്റെ ഐറ്റംസ്, അതായത് ഇപ്പം നമ്മുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കണ്ടവർക്കറിയാം, ഞാൻ നാട്ടിൽ പോകുന്ന ടൈമിൽ എൻ്റെ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കാതെ ഉണ്ടോ പോയത്. ആക്ച്വലി നമ്മൾ പെട്ടെന്നായിരുന്നു അന്ന് ആ ഒരു കൊറോണ സിറ്റുവേഷൻ നാട്ടിൽ പോയത്. ആ ഒരു വ്ളോഗ് കാണാത്തവര് എന്തായാലും ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അന്ന് പോകുമ്പോൾ നമ്മൾ പെട്ടിയൊന്നും പാക്ക് ചെയ്യാതെ പെട്ടെന്നുള്ള പോക്കായിരുന്നു. അപ്പൊ എന്റെ റൂമൊന്നും വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ നാട്ടിൽ പോയിട്ട് പിന്നെ മഷുക്കാണ് പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് അതെല്ലാം എല്ലാം വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ കുറെ ദിവസമായിട്ട് ഇവിടെ ഇവിടെ ഒരു 4-5 പെട്ടി ഇരിക്കുന്നുണ്ട്. അത് കുറെ ദിവസമായി തുറന്നു നോക്കണം. അതിനകത്ത് എൻ്റെ എന്തൊക്കെ സാധനമാണെന്ന് അറിയില്ല. കുറച്ച് ഐറ്റംസ് നമ്മുടെ കുറച്ചൊരു ഗോഡൌണിനകത്താണ് കിടപ്പുള്ളത്. ബാക്കി ഐറ്റംസിൽ കുറച്ച് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ എന്താന്ന് നോക്കാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു. കുറെ എന്താ പറയാ, ഇപ്പം വന്നിട്ട് ഇങ്ങനെ വിചാരിക്കാന്നല്ലാതെ തുറക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചിട്ട് എന്തൊക്കെ തുറക്കാന്ന് നോക്കാന്നുള്ളത്. അപ്പം ജസ്റ്റ് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പം പിന്നെന്താ, അപ്പൊ ഐതി ഉറങ്ങാൻ, അപ്പൊ ആ ടൈം കൊണ്ട് ഞാൻ വേഗം ചെയ്യാന്ന് വിചാരിച്ചതാണ്. അതുണ്ടെങ്കിൽ പിന്നെ ആകെ ഇവിടെ ബഹളമായിരിക്കും. പിന്നെ ആൾക്ക് ചെറിയൊരു വയ്യായ്മയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ നോക്കാം എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളത്. എനിക്ക് 2-3 ഐറ്റംസ് വേണമായിരുന്നു. അതൊക്കെ ഇനി അതിനകത്താണോ ബാക്കി അവിടെ നമ്മൾ കൊണ്ടുവച്ച സാധനത്തിനകത്താണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മഷുക്ക വരികയാണെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കൂടി ആയിട്ടായിരിക്കും ഇന്നത്തെ വ്ളോഗ് ഉണ്ടാവുക. എന്താ പറയാ, മഷുക്ക വരുമോ എന്നുള്ളത് അറിയില്ല. ടെസ്റ്റ് റിസൾട്ട് എന്തോ സൈറ്റ് എറർ കാണിക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും ഇന്ന് വരും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടികളൊക്കെ ഒന്ന് പോയിട്ടെടുക്കാം കേട്ടോ ആദ്യം. അപ്പൊ നമ്മുടെ പെട്ടികൾ ഇവിടെ ഇരിക്കുന്നത്. ലൈറ്റ് എടുത്ത് അതിനകത്തുണ്ട് കുറച്ച് പെട്ടീസ് ഇരിക്കുന്നു. അപ്പോൾ ഈ പെട്ടിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കണമെന്നുണ്ട്. എനിക്ക് 2-3 ഐറ്റംസ് കിട്ടാണ്. ഇതിനകത്തുണ്ടോ ഇതിനകത്തൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പെട്ടികളൊക്കെ ഒന്ന് ആദ്യം എടുത്തിട്ട് ഇപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് വെക്കാം.
അപ്പൊ കത്തി എടുത്തിട്ട് അമ്മൂസ് ഹെൽപ്പിന് വന്നിട്ടോ. ഇത് എനിക്ക് മുമ്പ് എന്തായാലും എല്ലാം തുറന്നു നോക്കാം. ആദ്യം ഈ പെട്ടി നോക്കാട്ടോ. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഈ പെട്ടിയിലൊക്കെ എന്താന്ന് നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എന്താ തിരിക്കണമെന്ന് എനിക്കിന്റെ അടിയില്ല. ബോക്സുകൾ ഓൾഡ് ബാഗ്, പഴയ ബാഗാണ്. വണ്ടിയുടെ കീ ഉണ്ട്. ഇവിടെ പഴയ ഫോട്ടോസും എന്റെ പഴയൊരു പേഴ്സാണ് അതുണ്ട്. ഇതൊക്കെ കുറെ വേസ്റ്റാ. എന്താന്ന് പോലും മനസ്സിലാവണില്ല കേട്ടോ. ഇത് എന്റെ വെട്ടിയൊന്നുമല്ല, കുറെ കണ്ണിൽ കണ്ട പെട്ടിയാ. ഈ ബാഗ് മാത്രം എന്റെ ഉള്ളത്. ആ പെട്ടിയിൽ മൊത്തം എന്തൊക്കെയോ വേസ്റ്റ് ആണ്. വേസ്റ്റ് കുറെ ബോക്സുകൾ. അതെന്ത് ബോക്സാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആക്ച്വലി ഇപ്പൊ നമ്മുടെ റൂമിൽ ഷിഫ്റ്റ് ചെയ്തപ്പോ നമ്മളുടെയും പിന്നെ ഉപ്പ ഇനി റൂമിൽ ഷിഫ്റ്റ് ചെയ്തപ്പോ എല്ലാവരും കൂടി ഉള്ള ഐറ്റംസ് ആട്ടോ ഇതിനകത്തുള്ളത്. എന്റെ പാത്രങ്ങൾ ഇതെല്ലാം എന്റെ പാത്രങ്ങളാണ്. പിന്നെ മിക്സിയുടെ ജാറുണ്ട്. എന്റെ പഴയ കപ്പ്. കൊറേ കട്ടിക്കട്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പെട്ടിയിൽ. പാത്രം, പ്ലേറ്റ്, പഴയ കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ സാധനങ്ങളെ. ഇതെന്താണെന്നറിയോ? ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ എന്താ പറയാ സീതപ്പഴല്ലേ, സീതപ്പഴത്തിന്റെ കുര. ഈ ഒരു സീതപ്പഴത്തിന് അന്ന് നല്ല മധുരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഇത് എടുത്തു വെച്ചതാ കേട്ടോ. അതിന്റെ കുരുവാണിത്. അത് ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഇവിടെ കുഴിച്ചിടാട്ടോ. ആ സീതപ്പഴത്തിന് നല്ല മധുരമായിരുന്നു. അപ്പൊ എനിക്ക് ആ കുരു കളയാൻ വേണ്ടി തോന്നിയില്ല. ഞാൻ നട്ട് കഴിഞ്ഞാൽ നന്നായി വന്നാലോ. പിന്നെ എന്റെ പ്ലേറ്റ്, എന്റെ ഷാളൊക്കെ വെച്ചിട്ട് പ്ലേറ്റ് ഒക്കെ മുതിയാൻ തോന്നുന്നത്. അപ്പൊ ഞാനെടുത്തിട്ട് ആ കൊളാക്കിയിട്ടുണ്ട്. ഓ പഴയ കോഫി, 1.5 വർഷം പഴക്കമുള്ള കോഫിയുടെ ബോട്ടിൽ ഇതുവരെ എടുത്തു വെച്ച് കൊടുക്കാം. എന്തിനാ എടുത്തു വെച്ചത് എനിക്ക് തന്നെ അറിയില്ല. കോഫി അല്ല ഇപ്പൊ കിട്ടി. ഇതിന്റെ അടിയിലുണ്ട് കേട്ടോ കോഫി. അപ്പൊ ഇനി എന്റെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം അതിനകത്തൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചവരെ അറിയാട്ടാ. ബാക്കിയുള്ള പാത്രങ്ങൾ അന്ന് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്തു വെക്കാതെ അങ്ങനെ പോയതുകൊണ്ട് ഒന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല. എന്താ പറയാ പരിപ്പ് അത് കയ്യിലെടുത്ത് ഒന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഇനിയിപ്പോ ഞാൻ എന്താണൊക്കെ തുറന്നിട്ട് വേറെ റൂമിക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോ ആക്കാനല്ല. അന്നാണ് ഇനിയിപ്പോ എനിക്ക് അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം ഇരിക്കുന്നപ്പോ ഗോഡൌൺ ആക്കാനിട്ടാ. ഇതൊക്കെയാണ് അവസ്ഥ എങ്കിൽ ഇനിയിപ്പോ ആ പാത്രത്തിന്റെ ഒക്കെ അവസ്ഥ പറയാതിരിക്കുകയാണ് നല്ലത്. എന്തായാലും ചപ്പൽ ഇട്ടിട്ടുണ്ട്. ഇടാൻ ചപ്പലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ തപ്പി നടന്ന ഒരു സാധനം. ഇത് അമ്മൂസിന്റെ പോട്ടിയാണ് കേട്ടാ. അമ്മൂസിന്റെ പോട്ടി പൈസക്ക് ഇരിക്കാൻ വേണ്ടിട്ട് പോട്ടി വേണമായിരുന്നു. അപ്പൊ ഇതിന് വിചാരിച്ചു ഇവിടെ ഉണ്ടല്ലോ. അത് എന്തിനകത്തായിരിക്കുന്നത് അറിയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസിലാണോ അതോ ഗോഡൌണിനകത്ത് ഇരിക്കുന്ന ഐറ്റംസിലാണോ എന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ട് പോട്ടി. ഞങ്ങളുടെ അമ്മൂസിന്റെ പാന്റുകൾ ഇതൊക്കെ അന്ന് അമ്മൂസിന് പോകുന്ന ടൈമില് ഇതാ പാന്റ് അല്ലല്ലോ എല്ലാം പോകുന്ന ടൈമില് ഞാന് അമ്മൂസിന്റെ പുതിയ പാന്റ് അങ്ങനെ ഇട്ടിട്ടല്ലോ. കൊറോണ ആയതുകൊണ്ട് നമ്മള് ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞാനങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ നമുക്ക് ഇതൊന്നല്ല, കുറച്ച് ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇപ്പൊ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കിത് അയതിക്ക് കൊടുക്കാം. അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്.
വീട്ടിലിടാൻ പറ്റുന്ന സ്ലിപ്പേഴ്സും കിട്ടിയിട്ടുണ്ട്, പിന്നെ ബോട്ടിയും കിട്ടിയിട്ടുണ്ട്. ഈ ബാഗിൽ എന്തൊക്കെ പഴയ സാധനങ്ങളൊന്നും വേണ്ടേ. അപ്പൊ ഇതാ ശരിക്കും പണി കിട്ടിട്ടോ. ഞാൻ വിചാരിച്ചു ആ പെട്ടിക്കകത്തൊക്കെ എന്റെ സാധനങ്ങളാണ്, പക്ഷെ കുറെ കണ്ണിക്കണ്ട സാധനങ്ങളാണ്. എന്റെ ഡ്രസ്സൊക്കെ എന്നാണ് കേട്ടോ ഉമ്മയും ഇപ്പം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമ്മള് മസ്കറ്റിൽ നിന്ന് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തിരുന്നു. കുറെ പേര് നമ്മളോട് വ്ളോഗിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മസ്കറ്റിൽ നിന്ന് ഷിഫ്റ്റ് ആയെന്നൊക്കെ. അപ്പൊ നമ്മൾ മസ്കറ്റിൽ നിന്ന് സോഹാറിലേക്ക് ഷിഫ്റ്റ് ആയി, നമ്മുടെ പഴയ പ്ലേസിലേക്ക് തന്നെ. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജി ഉള്ള ഒരു പ്ലേസ് ആണ് സോഹാർ. എന്റെ ഒരു മസ്കറ്റിലെ അല്ലെങ്കിൽ ഒമാലെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഹാർ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഷിഫ്റ്റ് ചെയ്തപ്പോ ഉമ്മിപ്പയും കൂടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പാടെ മിക്സപ്പ് ആയിട്ടാ തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടിയതൊന്നും ഇപ്പൊ എന്റെ സാധനങ്ങളൊന്നും അല്ല. കുറെ കണ്ടിക്കണ്ട വയറുകളും എന്താ പറയാ കുറെ കേബിളുകളും അങ്ങനത്തെ കുറെ സാധനങ്ങളാട്ടോ കിട്ടിയത്. അപ്പൊ എന്റെ ഡ്രസ്സ് എല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗോഡൌണിനകത്തുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഫ്രീ ആയിട്ട് പോകുമ്പോ അവിടെ പോയിട്ട് എടുക്കണം. ശരിക്കും ഉപ്പ പറഞ്ഞതാണ് എന്റെ സാധനങ്ങളായിരിക്കുന്നത്, അതൊക്കെ എടുത്ത് തുറന്നു നോക്കിക്കോ, എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് ആ പെട്ടിയൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കും. ഇപ്പൊ ഇങ്ങനെ പെട്ടിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോ ഇങ്ങനെ ദേഷ്യം വരുള്ളൂ. അപ്പൊ ഉപ്പ ഇങ്ങനെ പറയും ആ പെട്ടിയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിക്കോന്ന് പറഞ്ഞതാ. അപ്പൊ ഞാനിപ്പോ വന്നിട്ട് ഇങ്ങനെ പയ്യെ ആന്ന് വിചാരിച്ചിട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നിപ്പോ ഒന്ന് ഫ്രീ ആയി ഐതി ഉറങ്ങി എന്നിട്ടൊക്കെ വന്ന് പെട്ടി തുറന്ന് നോക്കുമ്പോ അതിലൊന്നും എന്റെ സാധനങ്ങളും ഇല്ല. എനിവേ ഇനിയിപ്പോ എന്തായാലും ഇവിടെ പിന്നെ എപ്പോഴേലും പോയിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ ഇനി ഇൻഷാല്ലാ വൈകിട്ട് മഷുക്ക വരും. അപ്പൊ എന്തായാലും ഞാൻ അപ്പൊ എടുക്കാട്ടോ ബാക്കി വ്ളോഗും കാര്യങ്ങളെല്ലാം. ഐതി ഉറങ്ങുകയാണ്. 2-3 ഐറ്റംസ് കിട്ടി. സ്ലിപ്പേഴ്സ് കിട്ടി, പോട്ടി കിട്ടി, ബേബിയുടെ പൊടി സീറ്റ്, പിന്നെ അങ്ങനെ ആ ഒരു വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. മഷുക്ക വരുന്ന ടൈമിൽ വീഡിയോ എടുക്കണം എന്നുണ്ട്. എനിക്ക് നടക്കുമെന്നും അറിയില്ല. ഇപ്പൊ ഇവിടെ ടൈം ഉച്ചയായിട്ടോ, 3:30 ആയിട്ടുണ്ട്. ഉച്ചയല്ല 3:30 ആയിട്ടുണ്ട്. ഇവിടെ വൈകുന്നേരം വരാന്നാ പറഞ്ഞത്. പക്ഷെ ഈ PCR ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇതുവരെ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതുവരെ അവിടെ നിന്ന് പോരാൻ പറ്റിയിട്ടില്ല. എപ്പോഴാ എത്തുക എന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെയാണ്. പിന്നെ എന്താ പറയാൻ വേണ്ടി വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് നമ്മുടെ ചാനലിന്റെ പേര് മാറ്റണമെന്ന് ചെറിയൊരു ആഗ്രഹം. അർഷാസ് കുക്ക് ആൻഡ് വ്ളോഗ് എന്നാണല്ലോ. അപ്പൊ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ കമന്റ്സിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര്. എന്റെ എന്താ പറയാ എന്തായാലും കുഴപ്പമില്ല, സിമ്പിൾ പേര്. ഇപ്പൊ എന്റെ പേര് എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറയൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര്, എല്ലാവർക്കും എന്താ പറയാ ഇഷ്ടമാവുന്ന ഒരു പേര്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പേര് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പോ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണേ, ഒരു സജഷൻ ഒന്ന് പറയണേ. പിന്നെന്താ, അപ്പൊ അതാണ് പറയാണ്ടായിരുന്ന ഒരു കാര്യം. വേറെന്താ, അപ്പൊ ഇനി നമുക്ക് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി എപ്പോഴൊക്കെ വരുന്ന അപ്പൊ കാണാം. ഓക്കെ, ബൈ. ഇങ്ങനെയല്ലേ ബൈ? ഇങ്ങനെ ബൈ അല്ലേ? ബൈ. അപ്പൊ ശരി, ബൈ ബൈ. പിന്നെ ഞാൻ പറയാൻ വിചാരിച്ചൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് വ്ളോഗാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് വ്ളോഗാണ് മസ്കറ്റിലുള്ള വ്ളോഗ്സ് എങ്ങനത്തെ ടൈപ്പ് എടുക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ വ്ളോഗ്സ് എടുക്കാം. എങ്ങനത്തെ വ്ളോഗ്സ് എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് കമൻറ്റ് ചെയ്യണേ. 2 കാര്യങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അപ്പം എന്താ ഒന്ന്, നമ്മളുടെ ചാനലിന്റെ പുതിയൊരു പേര് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യൂ. 2, എന്ത് ടൈപ്പ് വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത് അതുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അതാണ് കേട്ടോ പറയാണ്ടായിരുന്നൊരു കാര്യം. അപ്പോൾ പിന്നെ കാണാം. ഞാൻ നേരത്തെ ഈ ഒരു വെള്ളം കുടിച്ചു കേട്ടോ. വീണ്ടും ഇത് കുടിക്കുകയാണ്. ചൂടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ തണുത്തിട്ടുണ്ട്, ഇപ്പം ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഇവിടെ റവാബി മിൽക്ക് പാല് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ഉമ്മക്ക് ഇത് തന്നെ പണി തോന്നുന്നത് കണ്ടോ. 1, 2, 3, ഇത് റവാബി എടുക്കുന്നത് 4, ഇനി വേറെണ്ടോ 5, ഇനി ഇവിടെ 6. ഈ ഗ്ലാസ് ഇങ്ങനെ കളക്ഷൻ ചെയ്യലാണ് പണി തോന്നുന്നുണ്ട്. പക്ഷെ ഇത് മറ്റേ പരസ്യം മാത്രം ഇത്രയും ഗ്ലാസ് ആയിട്ടോ. പക്ഷെ ഇത് ഉണ്ടല്ലേ. അപ്പൊ ഇത് പാല് മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു എഴുത്ത് പോവാന് നമ്മള് എന്താ പറയാ വല്ല വഴി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ നോക്കിയാൽ പോവില്ല. വൈകിട്ടത്തെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഉമ്മ കൊടുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി എല്ലാം നമ്മൾ വരുന്ന ദിവസത്തെ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ തീർച്ചയായിട്ടും പോയിട്ട് കാണുക.
തേങ്ങ കൂടെ ഇട്ടിട്ട് ഇത് പറ തട്ടല്ലേ ഒരാൾ മിണ്ടലന്നു. അപ്പം ഇതാ തേങ്ങയിട്ട് കുറച്ചുകൂടെ പൊടിയിടാം. എനിക്കും ഉമ്മാക്കും കുട്ടീസിനും എന്തായാലും ടീ ടൈമാണ്. ഇതാ ഇത് മിക്സിയാണ്. ഇതൊക്കെ അപ്പം ഞാൻ നേരത്തെ ഭക്ഷണം എന്താ പറയുക പൊടി എടുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിന് കുട്ടികൾ ഇവിടെ കരച്ചിലായി. അതിനുശേഷം അമ്നൂസ് ഛർദ്ദിച്ചു എനിക്ക്. അങ്ങനെ പിന്നെ ഞാനൊന്നും ഇപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്നലെ റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ, മറന്നുപോയി റെസിപ്പി എടുത്താൽ മതിയത്. അത് സ്പൈസി എന്താ പറയുക, ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ക്രീമി ആയിട്ടുള്ള പാസ്ത ആയിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ റെസിപ്പി ഇനി വേറൊരു സൈഡാട്ടോ. വേണോടാ സാധിക്കോ? അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇന്നലെ രാത്രി ഡിന്നറിന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ളത് ആണ്. അപ്പോൾ ഇതാ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മ അവിടെ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാണ്. തിന്നണ്ടോ? പിന്നെ ഇപ്പം എന്താ, ഇന്ന് ചിക്കൻ കറിയും മുട്ട സുർക്കയാണ് കേട്ടോ. മുട്ട സുർക്ക ഇപ്പോൾ റെഡിയാക്കണം. അതോ എന്താ അവിടെ പോയിട്ട് എന്താ ഐതി നിലത്തിട്ടിക്കണേ? ഇതാരതൊക്കെ നിലത്തിട്ട ഐതിയെ? ഇതാരതൊക്കെ നിലത്തിട്ടേ? അമ്മിരിക്ക കീ എവിടെ? കീ എടുക്ക്. അങ്ങനത്തെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ മഷിക്ക് വന്നിട്ടുള്ളേ. എന്തൊരു മടി കയറാന്. അതാരാ? നമ്മുടെ മുട്ട സുർക്ക അത് അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട സുർക്ക അമിസമുണ്ടല്ലേ. അപ്പം നമ്മുടെ മുട്ട സുർക്ക അതാ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് പൊന്നിയരി കുതിർത്തിയത്, പിന്നെ ക്യാരറ്റ്, പിന്നെ സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും പിന്നെ 2 മുട്ട. ഈ ഒരു കൂട്ടിന് 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ലതാണ്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഫ്രൈ ഇങ്ങനെ കലക്കിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിവിടെ ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊരിച്ച് ഈ ഒരു ആ സൈഡാകുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നമുക്ക് മുട്ട സുർക്ക കിട്ടും. ആണല്ലേ, ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതന്നെ അരക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം ശ്രദ്ധിക്കണം. അരക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളം ശ്രദ്ധിക്കണം. അതായത് അത്രയും നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് എന്താ പറയുക ലൂസായി പോയാൽ എണ്ണ കുടിക്കുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇത് ഫ്രൈ ചെയ്ത് കിട്ടൂല. അപ്പോൾ പണ്ടത്തെ മുട്ട സുർക്ക ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വെറുതെ ഈ ഒരു അരി കലക്കി ഈ ഒരു അരി അരച്ചിട്ടുള്ളതാണ്. അരി മുട്ടയും കൂടി അരച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ചില ഭാഗത്തെല്ലാം അത് തന്നെയാണ്. പക്ഷേ ഇത് ചില ഭാഗത്ത് ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടാണ് ചെയ്യുക. വെജിറ്റബിൾസ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ മറ്റേ മുട്ട സുർക്ക ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇത് പ്യാപ്ലാരെ സൽക്കരിക്കാനുള്ള
ഒരു ഐറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ അതങ്ങനെ മറിച്ചിടുക. ആ ഒരു സൈഡ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറിയുടെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ മുട്ട സുർക്ക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.